നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. ചുരുക്കം ചില സാധനങ്ങൾ കൊണ്ട് അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കണം മാജിക്. വളരെ രുചികരമാവാൻ എന്തൊക്കെ മസാലകൾ ചേർത്താലും അടിസ്ഥാനം നല്ല ബീഫ് തന്നെയാണ്. ഇവിടെ ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ഇത്രയും മാത്രം മതി. അപ്പോൾ കുറച്ച് ചേരുവകൾ കൊണ്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല രുചി തരുന്നത്. ഈ നമ്മുടെ പ്രിയപ്പെട്ട വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിനൊപ്പം ചേർക്കും. ഇതിൻ്റെ സുഗന്ധമാണ് കേരളത്തിൻ്റെ രുചിയുടെ മുഖമുദ്ര. ഓരോ തുള്ളിയിലും നാടിൻ്റെ ഗന്ധമുണ്ട്. ഇനി തന്ത്രം പറയാം. എല്ലാ ചേരുവകളും നേരിട്ട് ബീഫിലേക്ക് ചേർക്കുന്നു. നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. ആ കൈകളുടെ സ്പർശം, അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ രഹസ്യം. ഓരോ കഷ്ണവും മസാലയിൽ കുളിക്കട്ടെ. ഇന്ന് നമ്മൾ പാകം ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. ഇന്നത്തെ ടൈം സേവിങ് ട്രിക്കും ഇത് തന്നെയാണ്. എന്തിനു നമ്മൾ മണിക്കൂറോളം കറി വയ്ക്കണം? കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കുക്കർ നമ്മളോടായി പറയും കറി തയ്യാറായെന്ന്. ഇനിയാണ് നമ്മൾ കാത്തിരുന്ന നിമിഷം. കുക്കർ തുറക്കുന്നു. യെസ്, ദി മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. അടുക്കള മുഴുവൻ ഇതിൻ്റെ മണം നിറഞ്ഞിരിക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പെർഫ്യൂം. ഇനി ഇത് കഴിക്കാൻ ആർക്കാണ് ക്ഷമയുണ്ടാവുക? ഇളം ചുവപ്പ് നിറത്തിൽ പൊങ്ങി നിൽക്കുന്ന നല്ല അടിപൊളി ബീഫ് കറി. ചൂട് ചോറിനൊപ്പം ഇതൊന്ന് കഴിച്ചാൽ സ്വർഗം അത്ര ദൂരെയില്ലെന്ന് വരെ തോന്നിപ്പോവും. ചുരുക്കം ചില സാധനങ്ങൾ, സിമ്പിൾ മെത്തേഡ്, സൂപ്പർ ടേസ്റ്റ്. ബീഫ് കറിയുടെ ഈ എളുപ്പ വഴി ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.